ஹாய். ஸோ இன்னைக்கு என்னோட ஹஸ்பண்ட் கிட்ட அவங்களோட சைல்ட்ஹுட் பெஸ்ட் மெமரிஸ் தான் கேட்க போறோம். பட் அவங்க வந்துட்டு he gonna say in மலையாளம். ஸோ மலையாளம் வியூவர்ஸ் யாராவது பார்த்துட்டு இருந்தீங்கன்னா உங்களுக்கும் சேம் மெமரிஸ் இருந்தா ஜஸ்ட் டூ கமெண்ட். ஓகே let him start because அவங்க வாய்ஸ் ரொம்ப லோவா கேக்குது மற்ற வீடியோஸ்லாம். ஸோ ஐ வாண்ட் his voice to be very loud. பண்ணுவாங்க வீடியோ கண்டிப்பா ஐ டோன்ட் எடிட். ஓகே 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 இல்ல நோ 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 யூ கண்டினியூ இல்ல கண்டினியூ സ്റ്റാർട്ട്. ഹായ്. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാ കേരളത്തിലുള്ളവർക്കുള്ള പോലത്തെ മെമ്മറികളൊക്കെയാണ്. ഇപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാർച്ച് കാലഘട്ടമാണ്. എല്ലാരും എക്സാം ഒക്കെ മാർച്ചിൽ നല്ല മഴ വരുത് കാട്ടട്ടെ. അപ്പോൾ ഈ മാർച്ച് ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി മാർച്ച് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്താ പറയുക ഒരു മെജോറിറ്റി 90 കിഡ്സിൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു എന്താ പറയുക വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ടൈമായിരിക്കും. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയാം. അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും വലിയൊരു എന്താ പറയുക അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെക്കേഷൻ വരുന്ന സമയത്ത് നമുക്കൊന്നും അന്ന് ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് പലതരത്തിലുള്ള കളികളിലൊക്കെ ഏർപ്പെടുന്നവരാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. തമിഴ്നാട് എങ്ങനെയാണെന്ന് അറിയില്ല. நாங்கெல்லாம் எங்களோட நனிமா வீட்டுக்கு போவோம், அப்படின்னா எங்களோட பாட்டி வீட்டுக்கு போவோம். we just enjoy there. உங்களுக்கு எப்படி? ഇപ്പൊ നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അധികം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നനിമ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ വല്യമ്മയുടെ വീട്, ഉമ്മമ്മയുടെ വീട് എന്നൊക്കെ പറഞ്ഞവർ അമ്മയുടെ വീട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ രീതിയിൽ പറയും. അപ്പോൾ നമ്മുടെ മെമ്മറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവിടെ പോവും. അവിടെ മേ ബി ഉമ്മയുടെ ആങ്ങളമാരെ വീട്ടിലൊക്കെ ആയിരിക്കും അധികം താമസിക്കുന്നതൊക്കെ. അവിടെ പലതരത്തിലുള്ള കളി ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി കളികൾ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഉപ്പ് എന്നൊക്കെ പറയാനുള്ള കളിയുണ്ട്. പലർക്കും ഉപ്പ് എന്ന് പറഞ്ഞ കളി എന്താണെന്ന് തന്നെ അറിയണ്ടാവില്ല. പിന്നെ കക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ പേർക്ക് കക്ക് കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. ടൈല് വെച്ച് നമ്മൾ തട്ടി കളിക്കുന്ന കളി, കൊത്തക്കല്ല്, ഇതൊക്കെ നമ്മുടെ മലപ്പുറം ഏരിയയിലൊക്കെ പണ്ട് കളിക്കുന്ന കളിയാണ്. പിന്നെ ഒളിച്ച് കളി, അത് പിന്നെ ഒരുവിധം എല്ലാവരും കളിക്കുന്ന കളിയാണ്. അങ്ങനെയുള്ള പല പല കളി ഉണ്ടാവും. ഈ കളികളിലോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരുപാട് നല്ല രസമായിട്ടുള്ള പല മൊമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മളെ കസിൻസുമായിട്ട് നമുക്കൊരു ഡീപ്പ് ഒരു കണക്ഷൻ ഉണ്ടാവും ശരിക്കും ആ ടൈമിലൊക്കെ. എന്താ പറയുക, ഇന്നിപ്പോൾ ഫോണിൽ ഉണ്ടാകുന്ന ഒരു കസിൻസ് ബന്ധത്തിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിരിക്കും എനിക്ക് തോന്നുന്നത് 90s കാലഘട്ടത്തിലുള്ള കസിൻസ് ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ വരാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കും. അതുപോലെ തന്നെ നമുക്കും അങ്ങനെ നമ്മുടെ ഉമ്മയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമുള്ളൊരു കാലഘട്ടമാണ് അന്നൊക്കെ. പിന്നെ മെയിനായിട്ട് ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ബലൂൺ വെച്ച് നമ്മൾ കളിക്കും. ബലൂൺ ഏറ് അങ്ങനത്തെ കളികൾ കാര്യങ്ങൾ. നമ്മൾ പുഴകളിൽ കുളിക്കാൻ പോവും, തോടുകളിൽ പോയിട്ട് കുളിക്കാനൊക്കെ പോവും. പിന്നെ എന്താ പറയുക എല്ലാവരും ഒരുമിച്ച് രാവിലെ എഴുന്നേൽക്കുന്ന. പിന്നെ പല നാട്ടിലുണ്ടോ അറിയില്ല. അപ്പം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ നമ്മൾ ഈ സൈക്കിളിൻ്റെ ഒക്കെ ടയർ എന്താ പറയുക നമ്മളൊരു വടി വെച്ച് ഇങ്ങനെ തട്ടി ഇങ്ങനെ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര லேட் 90s கிட்ட இந்த சைக்கிள்ல தட்டுறதுல என்னோட அப்பா காலத்துல சொல்லி தான் கேள்விப்பட்டிருக்கேன். இந்த மாதிரி സൈക്കിളിൽ തട്ടുവാங்க. നമ്മളെ കാലഘട്ടത്തിലും ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ എന്താ പറയാ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ആ ഇങ്ങനെ ടയർ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ പോവുക അങ്ങനെയുള്ള പരിപാടികൾ നല്ല രസമാണ്. കാരണം അതിലൊക്കെ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് 5 മണിക്ക് എണീക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കസിൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ 5 മണിക്ക് 6 മണിക്ക് എണീക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം എല്ലാവരും എണീക്കുന്ന എല്ലാവരും ഇതേമാതിരി രാവിലെ ഉമ്മ ഉണ്ടാവും അന്ന്. അപ്പോൾ ഉമ്മ ഉണ്ടാവുന്ന സമയത്ത് ഉമ്മയുടെ അനിയത്തി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ പിന്നെ അമ്മോൻ്റെ മക്കൾമാരുണ്ടാവും. പിന്നെ അവർ രാവിലെ എണീറ്റ് ചായ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. അത് കുടിക്കും. എന്നിട്ട് എല്ലാവരും കളിക്കും. ഒരു കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം. ഇന്ന് പലർക്കും അതൊന്നും കിട്ടുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. മെയിൻ ഈ ഫോണുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പബ്ജി, ഫ്രീ ഫയർ, മിനി മിനിറ്റ് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പല ഗെയിമുകളിലാകുമ്പോൾ അവർക്കൊന്നും ഈ 90s കിഡ്സിൻ്റെ അത്ര എൻജോയ് പറ്റില്ല. ഞാൻ 2000 കിഡ്സിനെ ഇത് പറയല്ല. പക്ഷേ നിങ്ങളൊക്കെ അതേ രീതിയിലോട്ട് മാറാൻ പറ്റുന്ന രീതിയിലൊക്കെ 90s കിഡുകളെ പോലെ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് മെമ്മറി ഉണ്ടാവും. നമുക്ക് ഫോണിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മെമ്മറീസിനും കണക്ഷനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക ഈ പഴയ കാലത്തുള്ള ചൈൽഡ്ഹുഡ് നമുക്ക് 90s പോലുള്ള നമ്മൾ ഈ തോട്ടിൽ കുളിക്കാൻ പോകുന്നതും അതൊക്കെ വേറെ തന്നെയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് തമിഴ്നാട്ടിൽ എനിക്കറിയാം. தமிழ்நாட்டிலே அதே மாதிரி தான். பட் ஆனால் உண்மையாக சொல்ல போனால் நான் பர்சனலாக பார்த்தது இங்கே கேரளாவில் இந்த கசின்ஸ் லவ் அப்படிலாம் சொல்கிறது ரொம்ப க்ரேஸியாக இருக்குது. ஓகே, நம்மளும் போவோம், தமிழ்நாட்டிலையும் போவோம், பாட்டி வீட்டுக்கெலாம் போவோம். வி ஜஸ்ட் ப்ளே
கிட்ஸ் கூட எல்லாம் விளையாடுவோம். பட் ஆனால் இந்த மாதிரி இங்கே இருக்கிற அந்த ஒரு கைண்ட் ஆஃப் ஒரு ஃபீல் பண்ணுறாங்கல்ல, எல்லா அண்ணன் பசங்க, அக்கா பசங்க, தங்கச்சி பசங்க, அந்த மாதிரி எல்லாரும் ஒரே டைமில் ஒன்றா இருந்து பண்ணுறதுன்றது அங்கே அவ்வளோ இதுவாக இருக்காது. பிகாஸ் இங்கே நான் பார்த்ததே வந்துட்டா பக்கத்து வீட்டில் தான் எல்லாருமே இருக்காங்க. மோஸ்ட்லி அப்பா குடும்பத்தை சேர்ந்தவங்க எல்லாருமே நியர்பை லொக்கேஷனில் தான் இருக்காங்க. அம்மா வீட்டை சேர்ந்தவங்க மட்டும் தான் கொஞ்சம் தள்ளி கல்யாணம் பண்ணி கொடுக்குறாங்க. அதுவும் இந்த ஊரில் வந்துட்டு நம்ம ஊரில் மாதிரி நம்ம ஊர்லலாம் எப்படி பண்ணுவாங்க, சென்னையில் இருக்கவங்களாம் மதுரையில் கல்யாணம் பண்ணுவாங்க, மதுரையில் இருந்தால் காரைக்குடியில் கல்யாணம் பண்ணுவாங்க, துபாயில் வரையும் கூட கல்யாணம் பண்ணுவாங்க. ஆனால் இங்கே அப்படி கிடையாது. மேக்ஸிமம் 10 கிலோமீட்டர்ஸ் இல்லை ஒரு 13 சொல்கிறது கூட ஏதோ ஒரு பெரிய டிஃப்ரென்ஸாக தான் சொல்கிறாங்க. 30 கிலோமீட்டர். நாளே இவரை சென்னையிலேருந்து கல்யாணம் பண்ணும்போது தேசட் சென்னையில் இருந்தால் ஊர் விட்டு ஊர் போய் பொண்ணு பார்க்குறீங்களா அப்படின்ற மாதிரி தான் இருந்துச்சு. ஸோ அதுதான். அதே மாதிரி நீ சொன்ன நிறைய വിളയാട്ട് എനിക്ക് தெரியாதுடா. ഡിഫറെന്റ് நிறைய പ്ലേ சொல்லிருக்கீங்க. ഒരുപാട് കളികൾ, പലതരത്തിലുള്ള കളികളൊക്കെ ഉണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ. പല കളികളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചപ്പോഴുള്ള കളികളാണ്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും മുന്നുള്ള 90s കിഡ്സിന് ഇതിനേക്കാളും കൂടുതൽ കളികളും കാര്യങ്ങളും. ഇപ്പൊ ഏറുപന്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട്. ചട്ടിപ്പന്ത്, ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചട്ടിപ്പന്ത് ഏർപ്പന്ത് കളിക്കുന്നതെന്ന് അറിയില്ല. എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മെമ്മറീസ് ഉണ്ടാവും. ഇതിപ്പോ ഒരു മഴക്കാലാണ് ഇനി വരാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഇതേപോലെ എന്താ പറയാ ഓരോ മെമ്മറീസ് ഉണ്ടാവും. എല്ലാവരും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അതൊരു 2 വരിയിൽ പറയുക കമന്റിൽ. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ചൈൽഡ്ഹുഡിൽ എന്തൊക്കെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓർമ്മകൾ അധികം ചൈൽഡ്ഹുഡിലും 90s കിഡായതുകൊണ്ട് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ നമ്മളെ മെമ്മറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലം തന്നെ ആയിരിക്കും. ஓகே. ஏன் இந்த கொஸ்டின் நான் என் ஹஸ்பண்ட கேட்டேன்னா, எப்பயுமே அவங்க என்கிட்ட சொல்றது அந்த காலத்துல. ஸோ அதுவும் இல்லாமல் எப்பயுமே ரோட்லலாம் போகும்போது என்னோட ஸ்கூல் டேஸ் மெமரிஸ் தான் நிறைய சொல்லுவாங்க. ஸோ ஐ ஜஸ்ட் wanted to make a video with that. Then bye for today. And என் ஹஸ்பண்ட் சொன்ன மாதிரி மலையாளத்துலேயோ இங்கிலீஷ்லேயோ தமிழ்லையோ just comment if you also had the same memory in Kerala. Bye for today.